ഹായ് ഗൈസ്, വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഒനിയൻ റൈസിൻ്റെ ഒരു റെസിപ്പിയാണേ. ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ചെയ്ത ഒരു ഒനിയൻ റൈസാണേ. കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. റൈസ് നമ്മൾ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിയിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ 3 നാഴി റൈസ് എടുക്കുന്നുണ്ടേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളവും ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവിന് എങ്ങനെയാണോ ആ റൈസ് ചേർക്കുന്നത് അത് കണക്ക് വെള്ളത്തിൻ്റെ അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതിനൊരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നേ. വെള്ളം തിളയ്ക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകാം കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് എടുത്തിട്ടുള്ള അരി, ഞാൻ നേരത്തെ 3 നാഴി എന്നാണ് പറഞ്ഞത്, എനിക്കത് തെറ്റിപ്പോയതാ, 2.5 നാഴിയായിരുന്നു കേട്ടോ. ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ട്. അരി കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകണം. ഞാനിവിടെ 2 വട്ടേ കഴുകിയുള്ളായിരുന്നു. കഴുകി ആ വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ഞാൻ അതങ്ങ് ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ചെയ്ത സമയം കൊണ്ട് തന്നെ വെള്ളം അവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ തിളച്ച് കഴിയുമ്പം ചേർക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ സ്പൈസസും കൂടെ ആഡ് ചെയ്യാം. ഗ്രാമ്പൂ, പട്ട, ഏല, തക്കോലം, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ ചോറ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് ഗരം മസാല ചേർക്കുന്നത് കൊണ്ടും ബിരിയാണി മസാലയൊക്കെ ഞാൻ ചേർക്കുന്നത് കൊണ്ടുമാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇവിടെ തയ്യാറാക്കാനാണ് താല്പര്യമെങ്കിൽ ഈ നമ്മൾ ഓയിലൊക്കെ ഇട്ട സമയത്ത് തന്നെ വെള്ളത്തിലേക്ക് നമുക്ക് ആ സ്പൈസസ് ഒക്കെ ഇടാവുന്നതാണ്. അതെല്ലാം ഇട്ടതിന് ശേഷം ഞാനാണെങ്കിൽ അതിലേക്ക് റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഊറ്റിയെടുത്ത റൈസ് മുഴുവനായിട്ട് തന്നെ ആ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞാൻ മിക്സും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ടും കൂടി വേവിച്ചെടുക്കാം. ഞാൻ ഇത് വേവാനായിട്ട് എനിക്കൊരു 10 മിനിറ്റോളം എടുത്തു. നമ്മൾ മുഴുവനായിട്ട് വേവണ്ട, ഒരു 90% വെന്ത് കിട്ടിയാൽ മതി. 10 അല്ല, ഒരു 10-15 മിനിറ്റ് എടുത്തു കേട്ടോ എനിക്ക്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇട്ടിട്ട് തിളയ്ക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ.
അപ്പം ഞാൻ അരി വെന്തതിന് ശേഷം അത് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യുന്നെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം, ബട്ടർ ആഡ് ചെയ്യുന്നെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്തിരി കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ബട്ടറിൽ തന്നെ ഇത് ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെ ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ട് അത് മെൽറ്റ് ആവുന്നവരെന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ ബട്ടർ ഇടുമ്പം പാനിലുള്ള വെള്ളമെല്ലാം മുഴുവനായിട്ട് വറ്റിയതിന് ശേഷം ബട്ടർ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ അത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. പോരാത്തതിന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബട്ടർ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് ബട്ടർ നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് സവോളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു 3 സവോളയോളം എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയായിരുന്നേ. 3 സവോള എടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഒരുവിധം വഴണ്ടി വന്നു എന്ന് കണ്ടതിന് ശേഷം ഞാൻ അതിലേക്ക് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. മാഗി ക്യൂബ് നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുവേ. മാഗി ക്യൂബ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളിട്ടാൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാഗി ക്യൂബും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ അതിലേക്ക് ബിരിയാണി മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബിരിയാണി മസാല ഇട്ടതിന് ശേഷം അതൊന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസും
പിന്നെ സോയാ സോസും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. മസാലകളെല്ലാം നല്ല രീതിയിൽ മിക്സായി എന്ന് കണ്ടതിന് ശേഷം ഞാൻ അതിലേക്ക് റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ റൈസും കൂടെ ഒരുമിച്ചിടാതെ നമ്മൾ 3 or 4 ട്രിപ്പായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. എന്നാലേ മസാല എല്ലായിടത്തും ഒരേപോലെ എത്തത്തുള്ളൂ. ഞാൻ 3 ട്രിപ്പായിട്ടാണ് റൈസ് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
റൈസ് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് കുറച്ച് ബട്ടറും മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടാണ് ഞാൻ ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ് അത് തയ്യാറാക്കാൻ. എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്യണേ.